അനന്തപുരം വ്യവസായ പാർക്കിനകത്തെ കോഴിയിറച്ചി സംസ്കരണ പ്ലാന്റും ഓക്സിജൻ പ്ലാന്റും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ വളരെ ദുസ്സഹമായാണ് ബാധിക്കുന്നത്. ദുർഗന്ധം വമിക്കുന്ന അന്തരീക്ഷവും മലിനീകരിക്കപ്പെട്ട വെള്ളവും കൊണ്ട് പൊറുതിമുട്ടുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. കാസർഗോഡ് അനന്തപുരം വ്യവസായ പാർക്കിലെ മലിനീകരണം, കോഴിയിറച്ചി സംസ്കരണ പ്ലാന്റിൽ നിന്നും വീണ്ടും മലിനജല പ്രവാഹം തുടങ്ങിയെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. പ്ലാന്റിൽ നിന്ന് ഒഴുകിയെത്തുന്ന മലിനജലം പരിസരവാസികളുടെ കിണറുകളിലും കുടിവെള്ള സ്രോതസ്സുകളിലും കലരാൻ ആരംഭിച്ചതോടെ പകർച്ചവ്യാധി ഭീതിയും വർദ്ധിച്ചു. സമീപത്തെ ഓക്സിജൻ പ്ലാന്റിൽ നിന്നും പക്ഷിമൃഗങ്ങൾക്ക് തീറ്റ നിർമ്മിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും സമാനമായ രീതിയിൽ മലിനീകരണം ഉണ്ടാവുന്നുണ്ട്. കാമനവയൽ SC കോളനി, അംഗൻവാടി പരിസരങ്ങളിലൂടെയാണ് മലിനജലം ഒഴുകുന്നതെന്നും അത് ദുസ്സഹമായ ദുർഗന്ധമുണ്ടാക്കുന്നുണ്ടെന്നും പരാതിയുണ്ട്. അനന്തപുരം ക്ഷേത്രത്തിലെത്തുന്നവരും ദുർഗന്ധം കാരണം ബുദ്ധിമുട്ടിലാണെന്ന് ക്ഷേത്രത്തിന് സമീപം കട നടത്തുന്ന ചന്ദ്രാവതി പറഞ്ഞു. കടയുണ്ട് ഇവിടെ, എനിക്ക് ഈ ഹിക്കുവിനെ കഴിഞ്ഞില്ല. അങ്ങനത്തെ ഈ കട ഈ സെല്ല് വരുന്ന 3 കമ്പനി ഇവിടെ ഉണ്ട്. വേസ്റ്റിൻ്റെ കമ്പനിയാണ്. വേസ്റ്റിൻ്റെ കമ്പനി ഞങ്ങൾ ഒരു മാസം ഇത് സമയമാക്കിയിരുന്നെങ്കിൽ ഇവിടെ ആക്കാൻ കഴിയാന്ന് പറഞ്ഞെങ്കിൽ അന്നെങ്കിൽ ഇവിടെ ഒരു ആ കമ്പനി ക്ലോസ് ആക്കിയിട്ടില്ല. ഇത് നമുക്ക് നിൽക്കാനേ കഴിഞ്ഞില്ല. അങ്ങനത്തെ സെല്ലാണ് ഇവിടെ. 1 വർഷം മുൻപും ഇതേ പ്രശ്നം ഉടലെടുത്തിരുന്നു. അന്ന് നാട്ടുകാർ നടത്തിയ നിരാഹാര സമരത്തിനൊടുവിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പും നടപടിയുമുണ്ടായിരുന്നു. അതിനുശേഷം മലിനജലം ഒഴുകുന്നത് തടഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും മലിനജലം നാടാകെ ഒഴുകുകയാണെന്ന് പഞ്ചായത്ത് മെമ്പർ ജനാർദ്ദന പറഞ്ഞു. മലിനജലം ഒഴുകി വരുന്നത് വീഡിയോയിൽ പകർത്തി അധികൃതർക്ക് ദുരിതത്തിന്റെ തെളിവ് കാണിക്കാൻ കഴിയുമെങ്കിലും അസഹനീയമായ ദുർഗന്ധത്തെ ഏത് രീതിയിലും അവതരിപ്പിക്കാൻ കഴിയില്ലെന്നും ജനാർദ്ദന കൂട്ടിച്ചേർത്തു. സ്മെല്ലിനെ നമുക്ക് ഏത് വിഷയത്തിലും നമുക്കതിനെ പ്രൂഫ് പെടുത്താൻ പറ്റുന്നില്ല. വേസ്റ്റ് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ആക്കിയിട്ട് അവരെ കാണിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ അത് ഇപ്പോഴും സ്മെല്ലുകൾ ഇപ്പോഴും നമുക്കത് പല ആവർത്തിച്ചു കൊണ്ട് അവരിക്കുന്നുണ്ട്. നമുക്ക് ആ കമ്പനി പൂട്ടണമെന്നുള്ളത് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. കാരണം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആയതുകൊണ്ട് അവർ ഏത് ചെയ്യട്ടെ. പക്ഷേ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റുന്ന പോലത്തെ വേസ്റ്റ് വെള്ളം നാട്ടിൽ അയക്കി വിടാതെ അതിൻ്റെ സ്മെല്ലുകൾ നാട്ടിലേക്ക് വരാത്ത പോലെ അതിന് സംരക്ഷിക്കണം മാത്രമേ ഞങ്ങൾ ഈ അവസരത്തിൽ പറയാനുള്ളത്. വാഹനങ്ങളിൽ കൂളർ സംവിധാനമില്ലാതെ ഇറച്ചിയുടെ രക്തം റോഡിലൊഴുകുന്ന രീതിയിൽ കണ്ടതോടെ നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധം നടത്തി. അന്തരീക്ഷ മലിനീകരണം നാടാകെ മാരക രോഗഭീതി ഉയർത്തുമ്പോൾ രോഗാണുക്കളെ സൃഷ്ടിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ കർശനമായി തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വ്യവസായ പാർക്കിനകത്തെ കോഴിയിറച്ചി സംസ്കരണ പ്ലാന്റും ഓക്സിജൻ പ്ലാന്റും നിലനിർത്തിക്കൊണ്ടുതന്നെ നൂതനമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. മനീഷ ആമി, News 14 ലൈവ്, കാസർഗോഡ്.